ലളിതാ സഹസ്രനാമത്തിലെ ഭഗവതിയുടെ രൂപത്തെക്കുറിച്ച് വർണ്ണിക്കുമ്പോൾ കൈകളെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: മനോരൂപേക്ഷ കൊതണ്ട പഞ്ചതന്മാത്ര സായക എന്നാണ്. അപ്പം മനസ്സാകുന്ന രൂപത്തോട് കൂടിയിട്ടുള്ള ഇക്ഷുകോദണ്ഡം. ഇക്ഷുകോദണ്ഡം എന്ന് വെച്ചാൽ കരിമ്പിൻ വില്ല് എന്നർത്ഥം. പഞ്ചതന്മാത്ര സായക, സായകങ്ങൾ അമ്പുകൾ എന്നർത്ഥം. അപ്പം മനസ്സിനെയാണ് ശരിക്കും ഇവിടെ കരിമ്പിൻ വില്ലിനോട് ഉപമിക്കുന്നത്. ഭഗവതി ഒരു കയ്യിൽ നമ്മുടെ മനസ്സാണ്. പിന്നെ പറയുന്നത് പഞ്ചതന്മാത്രകൾ, പഞ്ചതന്മാത്ര സായക. ഇത് പഞ്ചതന്മാത്ര ഏതൊക്കെയാണ്? ശബ്ദ, സ്പർശ, രൂപ, രസ, ഗന്ധങ്ങൾ ആകുന്ന അമ്പുകൾ. അപ്പോൾ ഈ പഞ്ചതന്മാത്രകൾ എവിടെ ബാധിക്കുന്നു? നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളായിട്ടും കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളൊക്കെ ബാധിക്കുന്നു അല്ലേ? എല്ലാം അതിൻ്റെ അനുബന്ധമാണ്. അപ്പം എന്ന് വെച്ചാൽ ഒരു കയ്യിൽ ഭഗവതി, നമ്മുടെ മനസ്സ് ഭഗവതിയുടെ കയ്യിലാണ്. ബാക്കിയെല്ലാം ഞാനെന്ന ഭാവം എല്ലാം ഇരിക്കുന്നതും എല്ലാം ഭഗവതിയുടെ കയ്യിൽ തന്നെയാണ്. ഇത് രണ്ടും പ്രവർത്തിക്കണം. എന്ത് ചെയ്യണം? ഇത് നേരെ തൊടുക്കണം അല്ലേ? അമ്പാകുന്ന അമ്പും വില്ലും തൊടുത്ത് കഴിയുമ്പോൾ അത് പ്രവർത്തിക്കുന്നു. എന്ന് വെച്ചാൽ നമ്മൾ പ്രവർത്തിക്കുന്നത് ഭഗവതിയാണ്. നിങ്ങൾ എന്ത് ചെയ്യുന്നു അതെല്ലാം ഭഗവതിയുടെ ഇച്ഛ കൊണ്ട് തന്നെയാണ്, എന്ത് കാര്യവും. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? കംപ്ലീറ്റ്ലി സറണ്ടർ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ ഭഗവതിയുടെ മുന്നിൽ. എല്ലാം ശരണാഗതി പ്രാപിച്ച് ഭഗവതിയുടെ കാൽക്കൽ സമർപ്പിച്ച് ജീവിച്ചു നോക്കുക. കാരണം ഇതെല്ലാം നമ്മളെന്നെ കൺട്രോൾ ചെയ്യുന്നത് ഭഗവതി തന്നെയാണ്. പിന്നെന്താ കുഴപ്പം? ഭഗവതിയുടെ അടുത്തേക്ക് നമ്മൾ സമർപ്പിക്കുക, വേറെ ഒന്നുമില്ല.